നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൃശ്ചിക രാശിയെ കുറിച്ചാണ്. 2026 വർഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വർഷത്തിൽ ചില സമയങ്ങൾ നമുക്ക് നെഗറ്റീവായും എന്നാൽ മറ്റു ചില സമയങ്ങൾ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നവയുമാകും. 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ വൃശ്ചിക രാശിക്കാർക്ക് അതിപ്രധാനമാണ്. ഈ മാസങ്ങളിൽ വ്യാഴവും സൂര്യനും തങ്ങളുടെ ഉച്ചരാശിയിലേക്ക് വരുന്നു. ചൊവ്വ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഇപ്പോൾ ചൊവ്വ, സൂര്യൻ, ശനി എന്നീ രണ്ട് ശക്തരായ ഗ്രഹങ്ങൾക്കൊപ്പം നിങ്ങളുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. രാഹുവും ബുധനും 4ാം ഭാവത്തിലും, ശുക്രൻ 6ാം ഭാവത്തിലും, വ്യാഴം 8ാം ഭാവത്തിലും, കേതു 10ാം ഭാവത്തിലുമാണുള്ളത്. നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ സൂര്യനും ശനിയും കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും. എന്നാൽ കൂടെ പിടിവാശിയും ദേഷ്യവും വരാൻ സാധ്യതയുണ്ട്. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേൾക്കുന്നത് ഈ സമയത്ത് ഗുണകരമായിരിക്കും. വൃശ്ചിക രാശിക്കാരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ആദ്യ മാസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. അതേസമയം ആരോഗ്യത്തിലും ഭാഗ്യത്തിലും വലിയ സ്വാധീനമുള്ള വ്യാഴം നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ജ്യോതിഷപ്രകാരം 8ാം ഭാവം എന്നത് അത്ര അനുകൂലമായ ഒരു സ്ഥാനമല്ല. ഇത് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നത് വ്യാഴം എന്ന ഗ്രഹമാണ്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം അത്ര സുഖകരമല്ലാത്തതിനാൽ ശരീരത്തിൽ കൊഴുപ്പ് വേഗത്തിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ സമയത്ത് ശരീരഭാരം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതും ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. ജൂൺ മാസം 2ാം തീയതി വരെ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിക്കാത്ത അവസ്ഥയോ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാം. വയറുവേദനയോ മറ്റ് ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അനാവശ്യമായ പേടിയോ ഉത്കണ്ഠയോ ഈ സമയത്ത് നിങ്ങളെ അലട്ടിയേക്കാം. മനസ്സിനെ ശാന്തമായി വെക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് ഗുണകരമായിരിക്കും. ജൂൺ 2ഓടെ വ്യാഴം അതിന്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്തേക്ക്, അതായത് ഉച്ചരാശിയിലേക്ക് മാറുകയാണ്. ഈ സമയം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ശാരീരികമായി കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. ചുരുക്കത്തിൽ ജൂൺ 2 വരെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും അല്പം ജാഗ്രത പാലിക്കണം. അതിനുശേഷം സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറും. മെയ് പകുതിയോടെ വൃശ്ചിക രാശിക്കാർക്ക് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വലിയൊരു അവസരം കൈവരുന്നു. മെയ് 11 നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ 6ാം ഭാവം എന്നത് രോഗം, കടം, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ചൊവ്വ ഒരു പോരാളിയായ ഗ്രഹമായതിനാൽ ഈ ഭാവത്തിലേക്ക് എത്തുമ്പോൾ ഈ 3 പ്രശ്നങ്ങളെയും കീഴ്പ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ മുന്നിൽ തോറ്റു പിന്മാറുന്ന സാഹചര്യമുണ്ടാകും. കടം വീട്ടാനുള്ള പുതിയ വഴികൾ തെളിയും. പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന കോടതി കേസുകളോ നിയമപ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ മെയ് 11 ശേഷം അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ലോണിനായി അപേക്ഷിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പഴയ ലോണുകൾ തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ സമയം ഗുണകരമാണ്. വായ്പയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങാൻ ഈ ഗ്രഹമാറ്റം സഹായിക്കും. നിങ്ങളുടെ ഊർജവും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പണ്ടേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജിമ്മിൽ ചേരാൻ ഇതിലും നല്ലൊരു സമയമില്ല. പുതിയ എന്തെങ്കിലും പഠിക്കാനോ മത്സര പരീക്ഷകൾക്കായി കോച്ചിങ്ങിന് ചേരാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അത് തുടങ്ങാം. വെറും ആവേശം കൊണ്ട് മാത്രം കാര്യമില്ല.
ചൊവ്വ 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന അച്ചടക്കമാണ് വിജയത്തിലേക്ക് നയിക്കുക. നിങ്ങളുടെ ശീലങ്ങളെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനും ഈ കാലയളവിൽ നിങ്ങൾ പരിശ്രമിക്കണം. ചുരുക്കത്തിൽ മെയ് 11 മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാനും അവ പരിഹരിക്കാനും നിങ്ങൾക്ക് പ്രത്യേകമായൊരു കരുത്ത് ലഭിക്കുന്ന സമയമാണ്. വൃശ്ചിക രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ വളരെ നിർണായകമാണ്. ഈ 3 മാസങ്ങളിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വലിയൊരു മാറ്റം പ്രകടമാകും. മുൻപുണ്ടായിരുന്ന മടിയും അശ്രദ്ധയും മാറി പഠനത്തെ വളരെ ഗൗരവമായി കാണാൻ നിങ്ങൾ തുടങ്ങും. വെറുതെ സമയം കളയാതെ ഓരോ വിഷയവും ആഴത്തിൽ പഠിക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് താനേ ഉണ്ടാകും. ശനി ഭഗവാന്റെ സ്വാധീനം നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയുള്ള സമയം നിങ്ങളുടെ പഠന ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായിരിക്കും. ഈ കാലയളവിൽ സൂര്യൻ അതിന്റെ ഏറ്റവും ശക്തിയേറിയ സ്ഥാനത്താണ്, അതായത് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ PSC, UPSC അല്ലെങ്കിൽ മറ്റ് സർക്കാർ ജോലികൾക്കായുള്ള പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ ഈ സമയം വലിയ വിജയം പ്രതീക്ഷിക്കാം. ഈ ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചു പറ്റുവാനും നിങ്ങൾക്ക് സാധിക്കും. വിദ്യാഭ്യാസത്തിന്റെ കാരകനായ വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചെറിയൊരു വെല്ലുവിളിയാണ്. ഇത് പഠനത്തിനിടയിൽ നിങ്ങളുടെ മനസ്സിനെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടേക്കാം. ജൂൺ 2-ാം തീയതിക്ക് ശേഷം വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും നീങ്ങും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ സമയത്തിന് ശേഷം നല്ല വാർത്തകൾ ലഭിക്കും. വൃശ്ചിക രാശിക്കാരുടെ കുടുംബജീവിതത്തിലും പങ്കാളിയുമായുള്ള ബന്ധത്തിലും 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലയളവ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ സമയമായിരിക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങൾ മാറുകയും പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനും പറ്റിയ സമയമാണിത്. ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ യാത്രകൾ നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ഊർജം നൽകും. വീട്ടിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ യാതൊരു തടസ്സവുമില്ലാതെ നടക്കാൻ ഈ സമയം സഹായിക്കും. ഏപ്രിൽ 19 മുൻപും മെയ് 14 ശേഷവും അല്പം മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ഈ സമയം നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പങ്കാളിയുമായി വഴക്കിടാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുകയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നത് ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ കാക്കും. വൃശ്ചിക രാശിക്കാർക്ക് 2026 അവരുടെ തൊഴിൽ മേഖലയിലും ഭാഗ്യത്തിന്റെ കാര്യത്തിലും വരും മാസങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ഭാഗ്യത്തിന്റെ കാര്യത്തിൽ ഈ വർഷം 2 ഘട്ടങ്ങളായാണ് അനുഭവപ്പെടുക. ജൂൺ 2 വരെയുള്ള സമയം വരെ ഭാഗ്യത്തിന്റെ കാര്യത്തിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമം വേണ്ടി വന്നേക്കാം. വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ഇതിന് കാരണം. ജൂൺ 2 ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം തുടങ്ങുന്നു. ഭാഗ്യത്തിന്റെ ഭാവമായ 9-ാം ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നതോടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കും. ഈ അനുകൂല സമയം നവംബർ മാസം വരെ നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ വിജയങ്ങളിലെത്തിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും മികച്ച സമയം ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയാണ്. നിങ്ങളൊരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ സമയത്ത് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ കൂടുതലായിരിക്കും. ഇത് ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം നടത്താനും ജോലി ഉറപ്പിക്കാനും സഹായിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറാനോ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവിനെ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കുന്ന സമയമാണിത്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഏപ്രിൽ 19 ശേഷം പുരോഗതിയുടെ കാലമാണ്. ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം.
പുതിയ കരാറുകളിൽ ഏർപ്പെടാനോ ബിസിനസ് വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 19 കഴിഞ്ഞുള്ള സമയം തിരഞ്ഞെടുക്കാം. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ സമയത്ത് ഗുണകരമാകും. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം കൂടുതൽ നേട്ടങ്ങൾ നൽകും. ജൂൺ ആദ്യം വരെ കാര്യങ്ങൾ അല്പം പതുക്കെയാണെന്ന് തോന്നാമെങ്കിലും അതിനുശേഷം ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും തുണക്കും. ചുരുക്കത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് ഈ 3 മാസങ്ങൾ വലിയ മാറ്റങ്ങളുടേതാണ്. അച്ചടക്കം ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉപദേശം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.